Hi all. We'll be waiting for some few more minutes. എല്ലാവരും ഒന്ന് ആഡ് ആകാൻ നോക്കാം. Yeah. Hi, Josh here. So we have a few more participants joining. We'll start at sharp 6:35. So please do wait for 2 more minutes. So hi, good evening all. Good evening, Ella step members. So today with us we have our dear speaker, Mr. Ronnie Alex Thomas. He's a graduate from College of Engineering, Chenganur, in Electrical and Electronics Engineering, and he has also completed his MTech from VIT Vellore. Now he is associate design engineer at Intel. Okay. And he is also having an experience, a volunteering experience of 8 years in IEEE. So let's welcome dear Ronnie Chetan to our session for today. Hey, thank you, Srihari. Thank you very much. എല്ലാവർക്കും കാണാം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഹലോ. Yeah.
Okay, just one thing. നമ്മുടെ സെഷൻ എങ്ങനെയാ ഇത് any language restrictions? Anyone who doesn't understand English, or sorry, anyone who Malayalam. doesn't understand Malayalam? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? Don't feel shy. Just speak Yeah, there's out if one you. guy who has said yes. Okay, okay. Yeah, let me. Okay, ഇവിടെ ചാറ്റ് പറഞ്ഞു. Yeah, Jada. Yeah, just one. Okay, okay. Okay, so I mean, I could see video. Okay, okay. So Okay, I think okay. there are no issues, right? Yeah. Okay. Yeah, Jada, Yeah, you can. if there is any issues, please let me know. എൻ്റെ ഓഡിയോ വീഡിയോ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ please let me know. Okay. Yeah, sure, Jada. Okay. So then let's start, I guess. Yes, I think we are all ready to hear from you. Okay, thank you. So first of all, thank you guys for joining. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്തിനെ പറ്റിയാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. Any of the participants, if you can give me a confirmation, that would be good. ആരുമില്ലേ ഇവിടെ? Fine. Okay, let's go ahead. So ഇത് ജസ്റ്റ് ഒരു ഇപ്പോൾ നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ സെഷൻ എടുക്കേണ്ടി വന്നത്. ബേസിക്കലി എനിക്ക് സെഷൻ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തൊക്കെ സെഷൻസ് എടുക്കാനാണ് എനിക്ക് താല്പര്യം. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. എങ്കിലും ദിസ് വിൽ ബി എ ഇൻഫോർമൽ സെഷൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് യു ക്യാൻ ഇന്ററപ്റ്റ് മീ ആൻഡ് ആസ്ക് ദോസ് ക്വസ്റ്റ്യൻസ്. ചാറ്റിൽ പറഞ്ഞാൽ എനിക്ക് അത് കാണണമെന്നില്ല. ശ്രീഹരി, ചാറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഇന്റിമേറ്റ് ചെയ്യണേ. Yeah, sure, Jada. Yes. എന്തെങ്കിലും കമന്റ്സ് വരുവാണെങ്കിൽ ഐ പ്രിഫർ ദാറ്റ് യു ഗൈസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക് ഫോർ യുവർ സെൽഫ്. അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. യു ആർ ഫ്രീ ടു സ്പീക്ക്. കമന്റ്സ്, ക്വസ്റ്റ്യൻസ്, എനിത്തിങ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഇന്ററപ്റ്റ് മീ ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ യാ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ പറയുക. Okay, 1 second. മാറ്റി വെക്കട്ടെ. Okay, just give me 1 second. ഇത് പ്രോപ്പർലി അല്ല വരുന്നത്. Now is it coming properly? Yeah, okay. Ah, Jada, is there. Okay, എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. So our session today is about launching your career in electronics. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ അത് ഒന്നെന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ എല്ലാവരും യു ആർ ഫ്രീ ടു ടോക്ക്, യു ആർ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ. അതർവൈസ് പ്ലീസ് സ്റ്റേ മ്യൂട്ടഡ്. നമുക്കറിയാം, ഐ തിങ്ക് all of you know the etiquettes, so please remain muted otherwise. പിന്നെ ഇത് കഴിഞ്ഞിട്ട്, സെഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് everyone be prepared for that. Okay, can I know what all branches are here? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാവരും നിങ്ങളെ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചസ്, സർക്യൂട്ട് ബ്രാഞ്ചസ് എന്തായാലും കുറെ പേര് കാണും. മെജോറിറ്റി ആൾക്കാർ സർക്യൂട്ട് ബ്രാഞ്ചസ് ആയിരിക്കും. അതല്ലാതെ സർക്യൂട്ട് ബ്രാഞ്ചസ്, ഐ മീൻ ECE, EEE. ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, ഐ കുഡ് സീ one IT. Okay, computer science is there. Fine. Okay, anything else? Any other? Applied electronics? Okay. CSE? Yeah, fine. ഇതല്ലാതെ കമ്പ്യൂട്ടർ സയൻസ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ EEE, EC, EI, ഇതല്ലാതെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ? Anything other than this?
Okay, ഒരു മെക്ക് ഉണ്ട്. That's good. Okay, fine. I just wanted to know. So today's career is all about launching your career in electronics. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ഒരു കരിയർ വേണമെങ്കിൽ doesn't necessarily mean that you have to be from a electronics branch. എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, who works with me. He is from a mechanical background, but he is one of the most senior members in our team. So it doesn't have to be that you should be from electronics branch, just that you need to put in that extra effort. Atre ullu. So about a career before we get in, let me introduce myself. So പറഞ്ഞതുപോലെ എൻ്റെ പേര് റോണി. ഞാനൊരു SOC ഡിസൈൻ എഞ്ചിനീയർ ആണ്. SOC means system on chips. Basically it's a micro processor അല്ലെ മൈക്രോ കൺട്രോളർ പോലത്തെ ചിപ്സ് ഉണ്ടാക്കുന്ന അതാണ് എൻ്റെ പ്രധാന ജോലി. പിന്നെ ഞാൻ 8+ year ആയിട്ട് ഒരു IEEE വോളണ്ടിയർ കൂടെയാണ്. So that's about me. Okay, so ഞാൻ ഈ PPT പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ടെംപ്ലേറ്റിൽ നിന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ടെംപ്ലേറ്റിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, യൂസ് കൊട്ടേഷൻസ് ടു മേക്ക് യുവർ പോയിന്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ, ഇലക്ട്രോണിക്സിനെ പറ്റി എന്ത് കൊട്ടേഷനാ? എന്നിട്ട് ഞാൻ കുറച്ച് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തു, എന്ത് കൊട്ടേഷൻ ഇടാൻ പറ്റും ഇലക്ട്രോണിക്സിനെ പറ്റിയത്. കുറെയൊക്കെ കണ്ടു, കുറെ വലിയ വലിയ ആൾക്കാരുടെ കൊട്ടേഷൻസ് കാര്യങ്ങൾ അവർ പറഞ്ഞ വലിയ വലിയ വാക്കുകളൊക്കെ കണ്ടു. ബട്ട് ദെൻ ഇറ്റ് ഹിറ്റ് മീ, there is no need for any quotations to state the importance of electronics in our life. നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഇലക്ട്രോണിക്സിന് നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ, അതുപോലെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ്, നമ്മുടെ വീട്ടിലുള്ള സകലമാന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സകലമാന കാര്യങ്ങളിലും ഇലക്ട്രോണിക്സ് അടങ്ങിയിട്ടുണ്ട്. സോ ഇലക്ട്രോണിക്സിന്റെ ഇമ്പോർട്ടൻസിന് പ്രത്യേകം ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. So let me leave it at that. Now, if you want to have a career in electronics, there are several paths that you can take. അപ്പോൾ ബ്രോഡ്ലി ആയിട്ട് ഞാൻ ഇതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് എന്ന് പറയാം, ഇതെല്ലാം ഇൻഡസ്ട്രി അല്ല, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് യു ക്യാൻ ടേക്ക് 4 ബേസിക് പാർട്സ്. ഓരോ ഇൻഡസ്ട്രിയും ഓരോ ടൈപ്പ് ഓഫ് ജോബ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ കൊണ്ട് പറ്റില്ല. സോ ഐ വിൽ ബി ഗിവിംഗ് യു എ ഹൈ ലെവൽ ഓവർവ്യൂ. സോ there are basically 4 paths that you can take. Let me just mention those 4 paths. So first one എന്ന് പറയുന്നത്, it is very intuitive, very simple. Electronic devices അല്ലെങ്കിൽ systems. Electronic devices, systems, അതിന്റെ design, manufacturing, all sort of related to that. So that is the first segment അല്ലെങ്കിൽ first category എന്ന് വേണമെങ്കിൽ പറയാം. Second one is VLSI. VLSI എന്ന് പറയുന്നത് the industry that I am working on, the industry which designs the chips. Third എന്ന് പറയുന്നത്, I would say, research and academia. As we all know, ഇതിന്റെ എല്ലാം we'll just touch upon all these things. ഇപ്പൊ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് ഫോർത്ത് വൺ, ഇതിലൊന്നും പെടാത്ത ഒരു കാറ്റഗറി, I'll call them as others, right? So ഇതിൽ ഞാൻ അവസാനം പറഞ്ഞ 2 എണ്ണം, that is in the academia and research, and ഈ other category എന്ന് പറയുന്നത്, this is related to electronics, but in a way we can call them as non-core jobs എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ 2 എണ്ണത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഇന്നത്തെ ടോക്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൂടുതലും ആദ്യം പറഞ്ഞ 2 കാറ്റഗറിനെ പറ്റി സംസാരിക്കാനാണ്, ബിക്കോസ് ദാറ്റ് ഇസ് ദ കോർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് പോവാം. സോ വാട്ട് ഐ മീൻ ബൈ അതേഴ്സ്. So these are the complementary jobs in the electronics industry. ഇപ്പൊ ഏതൊരു ഇൻഡസ്ട്രിയും പോലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലും പല കോംപ്ലിമെന്ററി ജോബ്സ് ഉണ്ട്. മീനിങ് ദ ജോബ്സ് വിച്ച്
don't directly involve you interacting with electronics or designing electronics, those kind of things. For example, പറയാണെങ്കിൽ electronics industry there is IT, then there is technical writing ഉണ്ട്. അതുപോലെ ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് എടുത്തു കഴിഞ്ഞാൽ ആ മാനുഫാക്ചറിങ്ങിന് വേണ്ടുന്ന സപ്ലൈ ചെയിൻ ഉണ്ട്. അതുപോലെ ഒരു ഫാക്ടറി ആണെങ്കിൽ അവിടുത്തെ പല 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 കാര്യങ്ങളുണ്ട്, അവിടുത്തെ ടൂൾസിന്റെ മെയിൻ്റെനൻസ്, ലോട്ട് ഓഫ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് വിച്ച് again is part of the electronics industry, but I would call them as non-core. Okay, ഒരു കാര്യം let me make myself very clear. Non-core എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറച്ച് കാണുകയല്ല. Okay, എല്ലാ ജോബും എല്ലാ ടൈപ്പ് ഓഫ് റോൾസും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് യു ഇൻ ഡീലിംഗ് വിത്ത് ഇലക്ട്രോണിക്സ്. അത്രേ ഞാൻ മീൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കാണുമോ ഒന്നുമല്ല. So that is about the other category എന്ന് പറയാം. Now, next one is research and academia. Research and academia, all of you know, ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. There is academic research, MS, PhD, അതുപോലെയുള്ള കാര്യങ്ങൾ, and then there is teaching roles. So ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ്. Because academia ഇല്ലെങ്കിൽ, റിസർച്ച് ഇല്ലെങ്കിൽ, there is no innovation. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ there should be research. And നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഉത്ഭവം, അതിന്റെ സ്റ്റാർട്ടിങ് വാസ് ഇൻ സം അക്കാഡമിയ, സം യൂണിവേഴ്സിറ്റി, സം റിസർച്ചർ വർക്കിംഗ് ഇൻ സം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചിങ് റോൾസ്, ആസ് വി ഓൾ നോ. നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ആരും എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. So these are again very important, but I would classify them as outside the industry. Now, coming on to the main topic for today. നമ്മുടെ ഇൻഡസ്ട്രി, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയെ പറ്റി നമുക്ക് ഇനി സംസാരിക്കാം. സോ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീനെ നമുക്ക് രണ്ടായിട്ട് വളരെ ഹൈ ലെവൽ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് the industries which design the microchips and the industries which use that microchips and design application products. Okay, so adile ആദ്യത്തേതെന്ന് പറയുന്നത്, as I mentioned, electronic devices and systems. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, so from this, ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ. ഇതെന്താന്ന് അറിയാത്ത ആരെങ്കിലും, അല്ലെ ഇത് കണ്ടിട്ടില്ലാത്ത, ഇത് യൂസ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിബഡി? ഇല്ല. ഇതെന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കാണും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ വെരി സിംപ്ലസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ഔട്ട് ദെയർ. ഇതൊരു ഇലുമിനേഷൻ ബൾബാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിന്റെ കൺട്രോളർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇലക്ട്രോണിക്സ്. അവിടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചിപ്പ് കാണും, അതിന്റെ വോൾട്ടേജസ് കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ട് കാണും, ഒരു സ്വിച്ച് കാണും, അങ്ങനെ പല മോഡ്സ് മാറ്റാനുള്ള സെറ്റപ്പുകൾ കാണും. സോ ഇറ്റ് ഈസ് എ വെരി ബേസിക്, വെരി സിമ്പിൾ ഇലക്ട്രോണിക് ഡിവൈസ്. സോ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫ്രം ദിസ് ടു ദിസ്. ഇതെന്താന്ന് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാമോ? Anyone, you can unmute and tell me. Because I don't know the technical name. It's something of quadcopter. Okay, it is a quadcopter. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്ചറിനൊരു, so it's a special quadcopter. ഇത് സോളാർ പാനലിൽ വർക്ക് ചെയ്യുന്നതാണ്. ചേട്ടാ മുകളിൽ പാനൽ പോലെ. Okay, yeah, solar panel വർക്ക് ചെയ്യുന്നതാണ്. Okay, someone. Yeah, someone. Yes, correct. Yes, chat ആരോ പറഞ്ഞു. So this is Ingenuity. This is the quadcopter which NASA sent to Mars. അപ്പോ ഞാൻ മുമ്പേ കാണിച്ച ആ ഇലുമിനേഷൻ ബൾബ് തൊട്ട് ഒരു ഇന്റർപ്ലാനറ്ററി ഒരു ക്വാഡ്കോപ്റ്റർ വരെ. So I don't think there is anything complex than an interplanetary quadcopter when it comes to electronic systems. So ആ ഒരു simplest thing തൊട്ട് ഈ കോംപ്ലക്സ് സാധനം വരെ
it all runs on electronics. ഇതിന്റെ എല്ലാം there are multiple if you think about this ingenuity craft, അതിൻ്റെ അകത്ത് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ പലതും ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ്. അതിന്റെ കൺട്രോൾ സിസ്റ്റംസ്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതുപോലെ അതിന്റെ അങ്ങനെ പലതും. സോ ഇറ്റ് ഇസ് എ ബിഗ് കോംപ്ലെക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ്. So when I say electronic devices or systems, I mean anything from the most simplest electronic device to the most complex electronic device. Okay, അത് clear ആയോ what I am like, what kind of an industry I am referring to? I hope I made myself clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. Okay, fine. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now let's look at the jobs, the job roles that you can expect in this industry. So first one, it is very intuitive. Design of circuits and systems. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചെറിയ ഒരു 555 ടൈമർ കൊണ്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത് തൊട്ട് മാർസിലോട്ട് പോകുന്ന ഒരു ക്വാഡ് കോപ്റ്ററിന്റെ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാക്കുന്നത് വരെ, അങ്ങനെ ഫുൾ സംഭവങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡിസൈൻ ഓഫ് സർക്യൂട്ട് സിസ്റ്റംസ്. അത് ഇറ്റ് സ്പാൻസ് ഓവർ എ ലോട്ട് ഓഫ് ഡിവൈസസ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസിന്റെയും ഡിസൈന്, നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസിന്റെ ഡിസൈൻ, അതിന്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെയും പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ജോബ്സ്. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട്. Then another major category എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് PCB. ഇപ്പൊ ഇലക്ട്രോണിക്, നമുക്കറിയാം ഇന്നത്തെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനകത്തും ഏതൊരു ഇലക്ട്രോണിക് സംഭവം എടുത്താലും നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ ബ്രെഡ് ബോർഡ് കുത്തിയല്ല ഇതിലൊന്നും വർക്ക് ചെയ്യാൻ. ഇറ്റ് ഓൾ വർക്ക്സ് ഓൺ PCBs. അതും പല കോംപ്ലക്സിറ്റിയിലുള്ള PCBs ഉണ്ട്, പല ലേയേഴ്സ് വരുന്ന PCBs ആണ്. So design of PCB is another important job. Then another very important job is the testing. നമ്മൾ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ കൂടെ വേണം. ഇപ്പോ മാർസിലോട്ട് ഞാൻ ഒരു ഹെലികോപ്റ്റർ വിടുകയാണെങ്കിൽ ആ സംഭവം വെറുതെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് വിടാൻ പറ്റത്തില്ല. അതിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട് വളരെ റിഗറസ്ലി ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏതൊരു സാധനത്തിനും ഒരു ഡിസൈനറെ ഉള്ളെങ്കിൽ there will be teams who will be testing the product. So that is again very important job. പിന്നെ ക്വാളിറ്റി കൺട്രോൾ. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരു ഡിവൈസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, വി ഷുഡ് എൻഷുർ ദ ക്വാളിറ്റി. പ്രത്യേകിച്ച് കൺസ്യൂമർ ഇലക്ട്രോണിക്സിലൊക്കെ ആണെങ്കിൽ there are a lot of standards which we need to. അതോട് അഡിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ വിൽക്കാനായിട്ട് പറ്റില്ല, അല്ലെ കൺസ്യൂമേഴ്സിന് വിൽക്കാനായിട്ട് പറ്റില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്വാളിറ്റി കൺട്രോൾ. ദെൻ CAD, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. സോ CAD എന്ന് പറയുന്നത് ഇന്നത്തെ ഇൻഡസ്ട്രിയിലെ ഒരു നീഷ്, ഐ വുഡ് സേ ഇറ്റ് ഇസ് എ നീഷ് കൈൻഡ് ഓഫ് എ ജോബ്. CAD എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ബേസിക്കലി യു ആർ ഡിസൈനിങ് ഓൾ ദീസ് സിസ്റ്റംസ് യൂസിങ് സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം 3D സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതിൽ തന്നെ നമുക്ക് ഈവൻ ബിഫോർ ദ ആക്ച്വൽ പ്രോഡക്റ്റ് കംസ് നമുക്ക് അതിന്റെ ഒരു 3D റെൻഡറിങ് നമുക്ക് കിട്ടും. ആ 3D we can basically see and we can look at how the final product will be even before it is manufactured. So CAD ഒരു important ഒരു role ആണ്. Then there is something called EMI and EMC, that is electromagnetic interference and electromagnetic compliance. ഇതും ഒരു ഇലക്ട്രോണിക് ഡിവൈസസിന്റെ കാര്യം വരുമ്പോൾ this is a very important thing. പല ഇലക്ട്രോണിക് ഡിവൈസസിനും നമ്മുടെ ചുറ്റും we know that electromagnetic waves are there. അപ്പോൾ നമ്മുടെ ഡിവൈസിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അഷുറൻസ് നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ ഒരു TV ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ ഫോൺ ആ TVയുടെ അടുത്ത് നിന്ന് റിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആ ഫോണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്റെ TVനെ അഫക്റ്റ് ചെയ്യില്ല, അതിനെ അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആസ് എ ഡിസൈനർ.
So അങ്ങനെയുള്ള category of jobs are there. So these are mainly hardware jobs. Now hardware, electronics industry hardware മാത്രമല്ല ഉള്ളത്. So we have software components like firmware, BIOS, embedded OS, പിന്നെ real time OS, RTOS എന്ന് പറയുന്ന കാര്യങ്ങൾ. So these are all software things. Firmware എന്താന്ന്, BIOS എന്താന്ന് എല്ലാവർക്കും അറിയാവോ? So basically it is the software which makes these electronics. ഇല്ല സാർ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തോ? ഒന്ന് പറയാമോ എന്താണ്? Okay, yeah. Sir, can you explain? Yeah, sure. So firmware എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഇപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗസ്. ഞാനൊരു മൗസ് ഒരു ലാപ്ടോപ്പിലോട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ there is a firmware inside the mouse which makes the initial setup. ലാപ്ടോപ്പുമായിട്ടുള്ള ഒരു കണക്ഷനും ലാപ്ടോപ്പുമായിട്ട് it does some handshaking. So basically ഒരു കൺഫിഗറേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫേംവെയർ എന്ന് പറയുന്നത്. ബയോസും സംതിങ് സിമിലർ. ബയോസ് ഇസ് സ്പെസിഫിക് ടു ലാപ്ടോപ്സ്, അതുപോലത്തെ സിസ്റ്റംസിന്റെ സ്റ്റാർട്ടിങ്ങിൽ റൺ ചെയ്യുന്ന അതിനെ കൺഫിഗർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ എംബെഡഡ് OS എന്ന് പറയുന്നത് ദീസ് ആർ സ്മോൾ ലെവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് which is used in embedded systems. Embedded system ആയിട്ടുള്ള ഇപ്പൊ IoT പോലത്തെ ഡിവൈസസിൽ എല്ലാ ഡിവൈസസിലും ഇപ്പൊ നമുക്ക് വിൻഡോസ് പോലത്തെ ഒരു ലാർജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കുന്ന എംബെഡഡ് OSs ആണ്. അതുപോലെ RTOS എന്ന് പറയുന്ന റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതും ഈ പറഞ്ഞ പോലെ എംബെഡഡ് സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യാം. ബേസിക്കലി ദീസ് ആർ ദ സോഫ്റ്റ്വെയർ സൈഡ് വിച്ച് കൺട്രോൾ ദ അണ്ടർലൈങ് ഹാർഡ്വെയർ. നമ്മളൊരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഉണ്ടാക്കിയാൽ പോരല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ കോൺഫിഗർ ചെയ്യാനും നമുക്ക് സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി ഓൾ ഓഫ് ദീസ് do that. And the thing is that when you have to design a firmware or a BIOS or an embedded OS for an electronic device, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് നോളജ് മാത്രം പോരാ. You need to understand the electronics, you need to understand the hardware. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ്. ബേസിക്കലി ഇലക്ട്രോണിക്സ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ഈ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റൂ. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് സോഫ്റ്റ്വെയർ തിങ്സ് ഇൻ ദ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. ഐ ഹോപ്പ് ഐ മേഡ് മൈ സെൽഫ് ക്ലിയർ. മനസ്സിലായോ? യെസ് സർ. ഓക്കെ. ഇനി സോ ഡിസൈൻ ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ദർ ആർ CAD ടൂൾസ്. PCB ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസ് ഉണ്ട്. അതുപോലെ ഈ EMI, EMC അതിന്റെ സിമുലേഷൻസ് ഒക്കെ റൺ ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസ് ഉണ്ട്. സോ ബേസിക്കലി അങ്ങനത്തെ ടൂൾസ് ഡിസൈൻ ചെയ്യുന്നതും ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി. സോ അങ്ങനത്തെ ടൂൾസ് ഡിസൈൻ ചെയ്യുന്നതും ദോസ് പീപ്പിൾ ഓൾസോ നീഡ് ടു ഹാവ് എ ഗുഡ് നോളജ് ഓഫ് ഇലക്ട്രോണിക്സ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ടൂൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റൂ. സോ ദിസ് ഇസ് എ കാറ്റഗറി ഓഫ് ജോബ്സ് വിച്ച് ഡീൽസ് വിത്ത് ദാറ്റ്. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ്ലാബ് നമ്മൾ ഇലക്ട്രോണിക് സിമുലേഷൻസിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. മാറ്റ്ലാബിന്റെ ഇലക്ട്രോണിക്സ് ലൈബ്രറീസ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് he should know the fundamentals of electronics, അല്ലെങ്കിൽ he should know really good electronics. കുറെ സിയും CPPയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മാത്രം അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാറ്റ്ലാബിൽ ചെയ്യാനായിട്ട് പറ്റില്ല. He needs to know the base, the electronic base to code something like MATLAB. So അങ്ങനത്തെ കാറ്റഗറി ഓഫ് ജോബ്സ് ആണിത്. And then of course application software ആണ്. So the last category എന്ന് പറയുന്നത് application software. ഇപ്പോൾ we have lot of IoT devices around us. പക്ഷെ ഒരു IoT ഡിവൈസ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ആ IoT ഡിവൈസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഒരു ഫോണിൽ അതിന് പറ്റിയ ഒരു ആപ്പ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു വെബ് ഇന്റർഫേസ് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സൈഡും ഉണ്ട് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ. സോ ദീസ് ആർ ദ ജോബ്സ് റിലേറ്റഡ് ടു ദാറ്റ്. Okay, so these are the various high-level jobs or job roles that you can expect in the industry. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? ഓക്കെ, ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. വിൽ മൂവ് ഓൺ. സർ, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ, ആപ്പ് ഡെവലപ്മെന്റിലൊക്കെ ആൻഡ്രോയിഡ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കോട്ട്ലിൻ പോലത്തെ ലാംഗ്വേജസ് ഒക്കെ
അത് യെസ്, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് ആപ്ലിക്കേഷൻ ആ സോഫ്റ്റ്വെയർ റൈറ്റ് ചെയ്യുന്ന നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം ആപ്പ് ബേസ്ഡ് ആണെങ്കിൽ ആപ്പിന്റെ നോളജ് ഉണ്ടായിരിക്കണം, വെബ് ബേസ്ഡ് ആണെങ്കിൽ വെബിന്റെ നോളജ് ഉണ്ടായിരിക്കണം. സോ പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ആ നോളജ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. വി നീഡ് ടു നോ ദ ഹാർഡ്വെയർ ഓൾസോ. സോ നമുക്ക് CP അറിയാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ ആപ്പ് ഡെവലപ്മെന്റ് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്ക് എഴുതാനായിട്ട് പറ്റി എന്ന് വരില്ല. നമുക്ക് ആ അണ്ടർലൈങ് ഇലക്ട്രോണിക്സിന്റെ നോളജ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളി ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് വൈ ഐ ആഡഡ് ഇറ്റ് ഹിയർ. മനസ്സിലായോ? Yes, sir. Thank you. Yeah, okay. So ini let me go on to some of the skills, some of the basic skills. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ബട്ട് ഞാനൊന്ന് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. ദീസ് ആർ സം ഓഫ് ദ വെരി ബേസിക് സ്കിൽസ്. ഓക്കെ, ഇതിലും കൂടുതൽ അതുപോലെ പല സ്പെഷ്യലൈസേഷൻസ് പോകുന്നവർക്ക് ഇതിൽ കൂടുതൽ വേണ്ടി വരും. പക്ഷേ ദീസ് ആർ സം ഓഫ് ദ എസെൻഷ്യൽ സ്കിൽസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ ഇസ് വെരി സിമ്പിൾ, ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രോണിക്സ്. അത് അനലോഗ് ആകാം, ഡിജിറ്റൽ ആകാം, അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയുള്ള നോളജ്. ഇതിനെ പറ്റിയുള്ള ഫണ്ടമെന്റൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം ടു ഹാവ് എ സക്സസ്ഫുൾ കരിയർ ഇൻ ഇലക്ട്രോണിക്സ്. പിന്നെ സോ ബേസിക്സ് ഓഫ് സിഗ്നൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് അഗൈൻ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സ്പെഷ്യലൈസ്ഡ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു വർക്ക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സെക്ടർ, അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസസ്, അത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്, അല്ലെ IoTs. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനും ഈ സിഗ്നൽ പ്രോസസ്സിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്സ് ഓഫ് ദാറ്റ്. ദെൻ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ് ടു സിമുലേറ്റ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഹാർഡ്വെയറിൽ തന്നെ ഉണ്ടാക്കി ചെയ്യണമെന്നില്ല. സോ വി ഹാവ് തിങ്സ് ലൈക്ക് MATLAB ഉണ്ട്, പ്രോട്ടിയസ് ഉണ്ട്, കീൽ, അതുപോലെ ഉള്ള പല ടൂൾസ് ഉണ്ട്. അതുപോലെ നമുക്ക് PCBs ഡിസൈൻ ചെയ്യാനായിട്ടും നമുക്ക് പല CAD ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗുഡ് ടു ഹാവ്. I won't say it is absolutely essential, but it is good to have. And the exact software, the exact tool that you will use will obviously depend on which company you will be working on. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ, ഏത് സെക്ടറിൽ ചെന്നുപെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ എക്സാക്ട്ലി നിങ്ങൾ ഏതിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് 1-2 എണ്ണം പഠിച്ചിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, another thing is Linux systems. So നമ്മളെല്ലാവരും വി ആർ ഓൾ യൂസ് ടു വിൻഡോസ് സിസ്റ്റം. പക്ഷേ ഇൻഡസ്ട്രിയിൽ പ്രിഡോമിനന്റ്ലി യൂസ് ആയിരിക്കുന്ന, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വളരെയധികം യൂസ് ആയിരിക്കുന്നത് ലിനക്സ് സിസ്റ്റമാണ്. അപ്പോൾ ലിനക്സിന്റെ ബേസിക്സ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക്സ് അറിയുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഏറ്റവും ബേസിക് ലാംഗ്വേജ് ആണ് C. ഞാൻ മുമ്പേ പറഞ്ഞ ഫേംവെയറും ബയോസും എംബഡഡ് OS ഒക്കെ ബേസിക്കലി എഴുതുന്നത് CPP പോലത്തെ ലാംഗ്വേജ്, ബേസ് ലെവൽ ലാംഗ്വേജസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഊപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് CPP, ജാവ പോലത്തെ. മെയിൻലി CPP അറിയുന്നത് വളരെ നല്ലതാണ്. ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ലൈക്ക് പൈത്തൺ അല്ലെങ്കിൽ പേൾ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ടെസ്റ്റിങ്ങിലും അതുപോലെയുള്ള സെഗ്മെന്റ്സിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതും അറിഞ്ഞിരിക്കുന്ന, അറ്റ്ലീസ്റ്റ് അതിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. So these are some of the essential skills that you will require. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. സോ എല്ലാത്തിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രോണിക്സ്, ഇറ്റ് ഈസ് എ മസ്റ്റ് ഹാവ്. അതില്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അനലോഗ് ആയാലും ഡിജിറ്റൽ ആയാലും ഇലക്ട്രോണിക് ഡിവൈസസ്, ഇപ്പോൾ ഡിവൈസസ് എന്ന് പറയുമ്പോൾ തിങ്സ് ലൈക്ക് ഓപ്പ്-ആംപ്സ്, തിങ്സ് ലൈക്ക് ട്രാൻസിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളതിനെ പറ്റിയുള്ള ഫണ്ടമെന്റൽ നോളജ് ഇസ് എസെൻഷ്യൽ. ഓക്കെ, ഇനി ലെറ്റ് മീ ഗോ ടു സം ഓഫ് ദ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് അവൈലബിൾ. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നേ ഉള്ളൂ. This is not very important. I just want you to understand this. So we have automotive, we have IoT, then we have robotics, automation, then consumer products like our mobile phones, TVs, laptops, all those things. So defense sector is very, it uses a lot of electronics and cutting edge electronics, I would say. Pinne communication.
as you all know, we are moving into an era of 5G. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ ഒരു പ്രത്യേക സെഗ്മെന്റ് തന്നെയുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, അവിടെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ഈവൻ ഇൻ ഇന്ത്യ. So that again, these are some of the industries that you can expect. These are some of again, ഇത് ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതല്ലാതെ ഒരുപാടുണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയാനോ ഉള്ള സമയവും നമുക്കില്ല. സോ ഇത് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൽ 100,000 റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഒരു മേജർ ആയിട്ടുള്ള കുറെ എണ്ണം മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. So that is all about the electronic devices or electronic systems industry. I hope everyone understood. Do you have any doubt? Any clarifications required? No, sir. Okay, good. Now let's move on to the next industry. So next industry, it is VLSI. VLSI is a full form. Can anyone tell me the full form of VLSI? Very large scale integration. Okay, good. Very large scale integration. Basically, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ this is all about designing and manufacturing of integrated circuits. അല്ലെങ്കിൽ നമ്മുടെ കോമൺ ഭാഷയിൽ പറഞ്ഞാൽ ചിപ്സ്, മൈക്രോ ചിപ്സ് ഡിസൈൻ ചെയ്യുന്ന, അത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ഗ്ലോബലി VLSI ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ VLSI ഇൻഡസ്ട്രി ക്യാൻ ബി എനിത്തിങ് ഫ്രം ദിസ്. ഈ ഒരു ഞാൻ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന എന്താന്ന് ക്യാൻ എനിവൺ ഐഡന്റിഫൈ? ഇതെന്താണ് സാധനം? ഇല്ല, ഇത് ട്രാൻസിസ്റ്റർ അല്ല. ഓ കറക്റ്റ്, യാ, റെഗുലേറ്റർ IC. ദിസ് ഇസ് 7805 റെഗുലേറ്റർ ICs ആണ്. So basically, as far as integrated circuits go, this is a very basic IC. Basically, ഇതിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഒരു റേഞ്ച് ഓഫ് വോൾട്ടേജ് ഇതിന് കൊടുത്താൽ ഇറ്റ് വിൽ ഗിവ് ആൻ ഔട്ട്പുട്ട് വിച്ച് ഇസ് സ്റ്റേബിൾ അറ്റ് 5 volts. അതാണ് ഈ ICയുടെ പ്രധാന ഉദ്ദേശം. So that's why it is called as a voltage regulator IC. ഈ ICക്കകത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 15 to 20 ട്രാൻസിസ്റ്റേഴ്സേ ഉള്ളൂ. ഈ ഫുൾ സാധനത്തിനകത്ത് 15 to 20 ട്രാൻസിസ്റ്റേഴ്സേ ഉള്ളൂ. സോ VLSI ഇൻഡസ്ട്രി ക്യാൻ ബി ഫ്രം ദിസ് ടു ദിസ്. സോ ദിസ് ഇസ് ഇന്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സെർവർ പ്രോസസർ ആണ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇന്റൽ Xeon. ഇതിന്റെ ഇപ്പോ വളരെ റീസെന്റ് ലോഞ്ച് ആയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ്. ആൻഡ് ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദിസ് ഹാസ് more than 200 billion transistors. So our large number, I can't even imagine how many zeros are there in 200 billion. So from that small regulator IC to this thing which has more than 200 billion transistors inside this. ഈ സംഭവം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതിന് ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അല്ലെ 2 ക്രെഡിറ്റ് കാർഡ് ചേർത്ത് വെച്ചാലുള്ള ഒരു സൈസേ ഉള്ളൂ ഈ IC. I mean this chip. So the VLSI industry is a vast industry which designs from the most basic chips to the most advanced chips. Yeah, so I hope you understood what this industry is. Any questions? Naru unmuted ana. Any questions there? No, sir. Okay, questions illengil can you remain mute? Okay, thank you. So ini ee VLSI industry le job roles ne patti namukku nokam. So if you talk about the job roles, basic thing is design of various types of ICs. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ICs ആണ് ഞാനിപ്പോ കാണിച്ചത്. ഇനി ഇത് കൂടാതെ there are lots and lots of different types of ICs. നമുക്ക് തന്നെ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് അറിയാം, there are lots of ICs. There are transistors, then there are logic gates, then there are voltage regulators, പിന്നെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്, മൈക്രോ പ്രോസസേഴ്സ് ഉണ്ട്, സിഗ്നൽ പ്രോസസിങ് ICs ഉണ്ട്. അങ്ങനെ
ഒരുപാട് പല ടൈപ്പ് ഓഫ് ഐസീസ് ഉണ്ട്. അപ്പോൾ ആ ഐസീസിന്റെ ഡിസൈൻ, that is one of the major jobs in this industry. So then another thing is, so when I said the first point, our design ennu parayunnathu, it is the logic design. So basically ee ella ICs they work on logic gates, and gate, not gate, or gate. So our logic design neയാണ് the first role. Now the second role is physical design. Physical design എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോജിക് ഗേറ്റ്സിനെ നമുക്ക് ആക്ച്വൽ ട്രാൻസിസ്റ്റർ ആയിട്ട് ഒരു സെമി കണ്ടക്ടർ വേഫറിൽ നമുക്ക് എച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടർ വേഫറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം. സോ ആ പാർട്ടിനെയാണ് ഫിസിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. വൺസ് ദ ലോജിക് ഈസ് ഡിസൈൻഡ്, വി ടേക്ക് ദാറ്റ് ലോജിക്, വി ട്രാൻസ്ലേറ്റ് ദാറ്റ് ഇൻ ടു ട്രാൻസിസ്റ്റേഴ്സ്, ആൻഡ് ആ ട്രാൻസിസ്റ്ററിനെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചിപ്പിൽ നമ്മൾ എച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇത് കുറച്ച് ചിലപ്പോൾ ഇത് അറിയാത്തവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും, ബട്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച്. ഇപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് അഹെഡ്. യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഫോർ VLSI ഇൻഡസ്ട്രി ആൻഡ് ദ സ്റ്റെപ്സ് ഇൻ manufacturing a chip, so you will understand more. So that is physical design. Now ഇവിടെയും one of the major job is testing, and ഇവിടുത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് there are multiple levels of testing. നമ്മളുടെ ഒരു ചിപ്പ് അതിന്റെ ലോജിക് ഉണ്ടാക്കുന്നത് മുതൽ ടെസ്റ്റിങ്ങിന്റെ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ലോജിക് ഉണ്ടാക്കുമ്പോൾ ലോജിക്കിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പേ ഫുൾ സിസ്റ്റത്തിന് ടെസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ ഈ ചിപ്പ് ഉണ്ടായി കഴിഞ്ഞ് ആക്ച്വൽ ചിപ്സ് വെച്ച് ടെസ്റ്റ് ചിപ്സ് നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചിപ്സ് കിട്ടും. ആ ടെസ്റ്റ് ചിപ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറിന് ഈ ചിപ്സ് കൊടുക്കത്തുള്ളൂ. ഇനി കസ്റ്റമറിന്റെ കയ്യിൽ ചെന്നിട്ട് അവരുടെ സിസ്റ്റംസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റിംഗ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ആൻഡ് ഇൻഫാക്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ VLSI ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, more than the design or more than physical design, there are more job opportunities in the testing, because it is said that for every one designer there are like 4 or 5 people who are testing that design. ഇപ്പോൾ ഒരു ലോജിക് ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിന് 4 or 5 or even more depending on the exact company, there will be more number of people testing that design, trying to find the faults with that design and trying to fix that. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് ഇലക്ട്രോണിക് ഡിവൈസ്, നമ്മൾ ഒരു ചിപ്പ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിഫക്ട്സ് കണ്ടുപിടിച്ചിരിക്കണം, അതർവൈസ് ഇറ്റ് ഇസ് ഗോയിങ് ടു കോസ്റ്റ് എ ലോട്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻ ദിസ് ഇൻഡസ്ട്രി ടെസ്റ്റിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ജോബ് റോൾ, ആൻഡ് ടെസ്റ്റിംഗിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ആണ്. Moving forward, again here also we have software tools for design testing. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 200 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ഉള്ള ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓരോ ട്രാൻസിസ്റ്ററും ഓരോ ട്രാൻസിസ്റ്ററായിട്ട് ഒരു ഡിസൈനറിന് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ടൂൾസ് ഉണ്ട്. അതുപോലെ ടെസ്റ്റിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുക. So all these things ആ ഒരു ജോബ് റോൾസ് ആണിത്. Then again ഞാൻ പറഞ്ഞ പോലെ ഇവിടെയും there are specific firmware BIOS OS which is used with all these processors, all these chips. Then last one I would say is manufacturing, packaging, quality control, all those things. So ഇന്ത്യൻ സിനാറിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാനുഫാക്ചറിങ് സെക്ടർ ഇന്ത്യയിൽ അധികമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഈ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാബ്സ് അധികമില്ല. മേ ബി എ ഹാൻഡ്ഫുൾ, ആൻഡ് ദാറ്റ് ടു വിത്ത് DRDO അതുപോലത്തെ ISRO പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് ദിസ് ഇസ് ഇൻ ആൻ ഇന്ത്യൻ സിനാറിയോ ഇത് നമുക്ക് ജോലി വളരെ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, മൂവിങ് അഹെഡ്. Now, the skills required in this industry. As I mentioned before, fundamentals of electronics. കൂടുതലും ഇവിടെ പറയുകയാണെങ്കിൽ we need to understand analog and digital electronics and
അതിൽ തന്നെ we need to understand at a transistor level, gate level അല്ലെ transistor level understanding ഉണ്ടായിരിക്കും. So that is very important. Then another important skill is HDL language. HDL എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്നാണ്. So these are the special programming languages which are used to design microchips അല്ലെങ്കിൽ integrated circuits. Major things are Verilog, System Verilog, VHDL. ഈ 3 languages ആണ് leading ആയിട്ടുള്ളത്. So basically these languages are similar to our normal languages. പക്ഷേ ഈ ലാംഗ്വേജസ് അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് to actually design a microchip. Again, എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, but we are short on time, so you guys can search for this. So HDL languages. പിന്നെ so ഈ രണ്ടെണ്ണം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് HDL ലാംഗ്വേജ് ആർ മസ്റ്റ് ഹാവ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇത് രണ്ടും അറിയാതെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ഫ്യൂ തിങ്സ് ആർ ഗുഡ് ടു ഹാവ് നോളജ്. ഇത് ഉണ്ടായിരിക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്സ് ഓഫ് VLSI, അതായത് ഈ ചിപ്സ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്, അതിന്റെ ട്രാൻസിസ്റ്റർ ലെവൽ ഫിസിക്സ് ഒക്കെയാണ് ബേസിക്സ് ഓഫ് VLSIയിൽ വരുന്നത്. അതുകൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെയും ഒരുപാട് സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ CAD സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടെസ്റ്റിങ്ങിന് വേണ്ടി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് അഗൈൻ ഈ ഇൻഡസ്ട്രിയും ലിനക്സ് സിസ്റ്റത്തിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതും we work on a Linux based system rather than a Windows system. ഞങ്ങളുടെ ഡിസൈനും ഞങ്ങളുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലിനക്സ് ബേസ്ഡ് സെർവർ സിസ്റ്റത്തിലാണ് rather than Windows. പിന്നെ ഓൾവേസ് ഗുഡ് ടു നോ വൺ oops ലാംഗ്വേജ് ആൻഡ് വൺ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C or C അല്ല, സോറി, CPP. C is not object oriented. So one object oriented language like CPP and one scripting language like Perl or Python. ഇത് അറിയുന്നത് എപ്പോഴും ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ സ്കിൽസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സോ ഇനി what are the types of industries? VLSIയിൽ വരികയാണെങ്കിൽ there are different types of VLSI companies. One thing are design houses. ഇവരാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ചിപ്സിന്റെ ഡിസൈനേഴ്സ്. അവർ ഡിസൈൻ പാർട്ട് മാത്രമേ ഉള്ളൂ, they don't manufacture. സോ ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ എടുത്താലും അതിനകത്തുള്ള ഒരു ക്വാൽകോമിന്റെ ചിപ്പാണ്. സോ ക്വാൽകോം is just a designer. Qualcomm doesn't manufacture. So Snapdragons are all manufactured by a third party, but it is designed by Qualcomm. So those are the design houses. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ Qualcomm നോക്കിയാലുണ്ട്, AMD ഉണ്ട്, പിന്നെ വേറെ അനലോഗ് ഇലക്ട്രോണിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, സ്മോൾ ആൻഡ് ബിഗ് കമ്പനീസ് ഉണ്ട്, who are designers, who design these circuits, but they don't have the capability to manufacture. Now second category എന്ന് പറയുന്നത് fabs. These are the people who actually manufacture these microchips, these integrated circuits. Main thing is TSMC, Taiwan Semiconductor Manufacturing Corporation. So ഈ TSMC ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ Qualcomm Snapdragon chips എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. പിന്നെ there is something another company called Global Foundries. പിന്നെ there are companies which do both these thing together. അപ്പോൾ Intel, Texas Instruments, അതുപോലെ സാംസങ്, ഇവരൊക്കെ എന്ന് പറയുന്നത് they do design and they have their own fabs. Fabs are basically the factories where these integrated circuits are manufactured. So അങ്ങനെയാണ്. Then there is another category of companies called the supports. So ഇവരെന്താന്ന് വെച്ചാൽ ഈ ഡിസൈനിലും ടെസ്റ്റിനും ഒക്കെ മറ്റു കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർ അതിനുവേണ്ടിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനീസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ we use very dedicated software tools to design and test our integrated circuits. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ടൂൾസ് നമ്മുടെ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. there are very specific companies. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ there is Synopsys, then there is Cadence Systems,
then mentor എന്ന് പറയുന്ന systems ഉണ്ട്. അങ്ങനെ കുറെ companies ഉണ്ട് which provides the tools necessary for design and testing of ICs. Okay, and last one are a category of companies called consultants. Basically they provide consultant service. They don't design their own products. അവര് മറ്റുള്ള കമ്പനീസിന് വേണ്ടി പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാനൊരു സേ ദാറ്റ് എൻ്റെ കമ്പനി എന്ന് പറയുന്നത് വി ആർ ഇൻ ടു IoT ആൻഡ് വി വാണ്ട് എ സ്പെസിഫിക് ചിപ്പ്. ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റം ആയിട്ടുള്ള ഒരു ചിപ്പ് വേണം. അപ്പോൾ അങ്ങനെ കസ്റ്റമായിട്ടുള്ള ചിപ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കൺസൾട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള 3 കാറ്റഗറിയിലുമുള്ള ഇൻഡസ്ട്രീസിന് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കൂട്ടം കമ്പനിയാണ്. സോ ദർ ആർ കമ്പനീസ് ലൈക്ക് അൾട്രാൻ, അതുപോലെ വിപ്രോ, അവരൊക്കെ ഈവൻ TCS ഇൻഫോസിസ് പോലും അവർക്ക് പോലും ഈ VLSI കൺസൾട്ടിങ് സർവീസസ് ഉണ്ട്. So that's all about the different types of industries. We are almost up for time. എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. സോ ഇത്രയും പറഞ്ഞതിൽ I hope you got a basic idea of the various job roles and various types of industry in electronics. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും any doubts? Okay, ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സോ we are almost towards the end of the session. 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പറഞ്ഞ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലാൻഡിങ് യുവർ ഫസ്റ്റ് ജോബ്. സോ ദിസ് ഇസ് ലൈക്ക് എ ബേസിക് ഇൻട്രോ ഇൻ ടു ഹൗ യു ക്യാൻ ലാൻഡ് യുവർ ഫസ്റ്റ് ജോബ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് വൺ ഇസ് ഓൾവേസ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുക അത് കോർ ഇൻഡസ്ട്രിയിൽ കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. And mostly core industries they go to premier institute like IITs or NITs അങ്ങനെയുള്ള കമ്പനീസ് ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. So that is heavily dependent. Next thing is apply directly. You can definitely apply directly to any companies. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലോ ഇവിടെ കൂടുതലും ഉള്ളത്, ഓർ മെജോറിറ്റി ഫൈനൽ ഇയേഴ്സ് ആണ്. So you prepare your resume and you start sending in even now. So നേരത്തെ തന്നെ നിങ്ങളുടെ റെസ്യൂമേസ് കൊടുത്തിടുക. ആൻഡ് യു നെറ്റ്വർക്ക് വിത്ത് റിക്രൂട്ടേഴ്സ്. ദർ ആർ പീപ്പിൾ ഹു റിക്രൂട്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് കമ്പനീസ്. സോ അവരുമായിട്ട് നേരത്തെ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അതുപോലെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ആൻഡ് ദേ ക്യാൻ റെഫർ യു ടു ദീസ് കമ്പനീസ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ സെഗ്മെന്റിൽ നമ്മൾ നോക്കിയാൽ സ്റ്റാർട്ടപ്സ് ക്യാൻ ബി എ ഗ്രേറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു ഇലക്ട്രോണിക്സ് കോറിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരാൾക്ക് ഐ വുഡ് സേ ദാറ്റ് ഇഫ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു എ സ്റ്റാർട്ടപ്പ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദിസ് ഇൻഡസ്ട്രി then it's a good starting point. Okay, so that is about applying directly to these companies. Now another important way that you can land a job or you can land experience is internships. പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ആദ്യം ഇന്റലിൽ കയറിയത് ഒരു ഇന്റേൺ ആയിട്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ പെർമനന്റ് എംപ്ലോയി ആയിട്ട് കയറിയത്. സോ ഇന്റേൺഷിപ്സ് ഒരു ഇന്ത്യൻ സിനാറിയോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻസ് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ബട്ട് നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ദർ ആർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവരത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഐ ക്യാൻ സീ ദാറ്റ് internships in Indian industry also is picking up, which is a good thing. So you try for a long term one. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 months ഉള്ള ഇന്റേൺഷിപ്പിന് നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കോളേജിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത്. ബട്ട് എനിവേ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ആൻ ഇന്റേൺഷിപ്പ്. അഗൈൻ സ്റ്റാർട്ടപ്സ് ക്യാൻ ബി എ ഗുഡ് പ്ലേസ്. കൂടുതൽ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടപ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. So that is one thing how you can land a job through internships. Even internships കിട്ടി ആ സെയിം കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ പോലും it will be a very valuable experience. Basically if you are doing a long term internship, so at least 9 to 12 months ഉള്ള ഒരു internship ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ that is a very valuable experience. ഇനി വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് you can go for some specialization courses.
So there'll be like short-term courses, more focused on practicals and projects. അങ്ങനെയുള്ള courses ഉണ്ട്. In embedded systems, in communication, in VLSI, അങ്ങനെ പല courses ഉണ്ട്. ഒന്ന് രണ്ട് examples ഞാൻ പറയാം. So I am not endorsing any of these companies or courses. Okay, I'm just giving you some examples. CDAC എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട്, അതുപോലെ 1 year long ഇന്റേൺഷിപ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് CDAC. പിന്നെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അറ്റ്ലീസ്റ്റ് സം ഓഫ് യു would know this. They conduct exams, all India exams, and അതിൽ നിന്നും സെലക്ട് ആകുന്നവരെ അവർക്ക് മെയിൻലി VLSI ഉണ്ട്, എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. മെയ്വൻ സിലിക്കൺ ഇവര് VLSI ഡൊമൈനിലുള്ളതാണ്. പിന്നെ even institutes like IITs and NITs, they have short-term courses for specialization, for skill development. പിന്നെ of course online portals ഉണ്ട്, നമുക്ക് Coursera ഉണ്ട്, edX ഉണ്ട്, where you will get certified courses where you can go and where you can learn and where you can get a certificate, which is a good thing in your resume. Okay, so that's a very basic thing about how you can land your jobs. Okay, moving forward, this is going to be the last section. Ningal bore adichu ennu enikkariyam, but I am going to close very fast. One rendu karyangal, things I wish that someone had told me when I was in your stage. One thing is application knowledge is always greater than theory. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എത്ര തിയറി നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ആ തിയറി ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ then there is no use. നിങ്ങൾ ഇൻഡസ്ട്രിയിലാണെങ്കിൽ no one is going to ask you to draw a cara of a transistor. ട്രാൻസിസ്റ്ററിന്റെ VI ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി മോഡുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ ആരും നിങ്ങളോട് ആവശ്യപ്പെടില്ല. People are going to tell you, നിങ്ങൾ ഓക്കെ ഒരു ട്രാൻസിസ്റ്റർ വെച്ച് എനിക്ക് ഒരു ഇന്ന കാര്യങ്ങൾ ചെയ്യണം. I want to build an amplifier. You build an amplifier with a transistor. അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിങ്ങളോട് വന്ന് ചോദിക്കത്തു. സോ നിങ്ങൾക്ക് ആ തിയറി അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഓഫ് കോഴ്സ് തിയറി അറിയണം, ബട്ട് തിയറി മാത്രം അറിഞ്ഞുകൊണ്ട്, ഒരു തിയറട്ടിക്കൽ അല്ലെങ്കിൽ ബുക്കിഷ് നോളജ് മാത്രം കൊണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് ഇൻഡസ്ട്രി ലുക്സ് ഫോർ ആപ്ലിക്കേഷൻ നോളജ്. സംതിങ് വിച്ച് ഇസ് വെരി ക്ലോസ് ടു ദിസ് ഇസ് പ്രാക്ടിക്കൽ നോളജ്. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ, നിങ്ങളൊരു സർക്യൂട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ട്രൈ ടു ഗെറ്റ് എ പ്രാക്ടിക്കൽ നോളജ്. കാരണം നിങ്ങൾ തിയറിയിൽ പഠിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് അല്ലെ 20% കൂടുതൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 4 വർഷം കൊണ്ട് പല ഇലക്ട്രോണിക്സ് കോഴ്സസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് ആ കോഴ്സസ് എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രോബബ്ലി ഞാൻ എൻ്റെ മിനി പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും കൊണ്ട് ഇലക്ട്രോണിക്സ് ഞാൻ അതിനേക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. സോ ഓൾവേസ് ട്രൈ ടു ഗോ ഫോർ പ്രാക്ടിക്കൽ നോളജ്. ആൻഡ് പ്രാക്ടിക്കൽ നോളജ് കിട്ടാനായിട്ട് നമ്മൾ സർക്യൂട്ട്സ് ഉണ്ടാക്കേണ്ട പോലും കാര്യമില്ല. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ മാറ്റ്ലാബ്, അതിൻ്റെ അകത്ത് നമുക്കൊരു സർക്യൂട്ടിന്റെ സിമുലേഷൻ ചെയ്യാം. അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ സിമുലേഷനിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഡു സം സിമുലേഷൻ ഓഫ് തിങ്സ് ദാറ്റ് യു ലേൺ. Then another thing I want to say is learn, refresh and relearn. പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് എ എവർ ചേഞ്ചിങ് ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ ഒരു 5 വർഷം മുമ്പ് പഠിച്ച കാര്യം ചിലപ്പോൾ ഇന്ന് റെലവെന്റ് അല്ലായിരിക്കും. സോ ആ പഠിച്ച കാര്യം മാറ്റി വെച്ചിട്ട് പുതിയ കാര്യം പഠിക്കുക. ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ ബൈ റീലേൺ. സോ ലേൺ, റിഫ്രഷ് ആൻഡ് റീലേൺ. ആൻഡ് കറന്റ് നോളജ്, ഓൾവേസ് മേക്ക് യുവർ സെൽഫ് കറന്റ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, വാട്ട് ഇസ് ദ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഗോയിങ് അറൌണ്ട്. അതുപോലെ തന്നെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രി എവിടെ നിൽക്കുമായിരിക്കും. അങ്ങനെയുള്ള നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് there are lot of resources. യൂട്യൂബേഴ്സ് ഉണ്ട്, ടെക് യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ ബ്ലോഗേഴ്സ് ഉണ്ട്, പിന്നെ മാഗസീൻസ് ഉണ്ട്, അതുപോലെ വെബ്സൈറ്റ്സ് ഉണ്ട്. വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് IEEE വെബ്സൈറ്റ്. IEEE സ്പെക്ട്രം വെബ്സൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്.
അങ്ങനത്തെ പല പല വെബ്സൈറ്റ്സ് ഉണ്ട്. സോ ഇന്റർനെറ്റ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദിസ് കേസ്. സോ കീപ് യുവർ സെൽഫ് കറണ്ട്. ദെൻ വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെറ്റ്വർക്കിംഗ്. ആൻഡ് യു ക്യാൻ one of the very important places where you can network is obviously IEEE, അതുപോലെയുള്ള associations. And another portal, I would say, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Otherwise, go and create it today itself, because it is one of the most important professional social media site. നിങ്ങൾക്ക് പലരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാം, പലരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അവരോട് നേരിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. സോ networking, I would say, it is very important. And one last thing, stand out from the crowd. ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇന്ന് ലക്ഷക്കണക്കിന്, ഓരോ വർഷവും ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സ് ആണ് ഓരോ ഫീൽഡിലും ഗ്രാജുവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സിൽ നിന്ന് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താ? സോ ആ കാര്യം കണ്ടുപിടിക്കുക. മേ ബി ഇറ്റ് ഇസ് an extra knowledge that you have, an extra skill that you have, extra, I'm saying tech skills. Allengil it is about an extra project that you do. Allengil it is about maybe a paper that you publish. Allengil നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന ആ enthusiasm ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ട്രൈ ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്. ഇപ്പോ 100 പേര് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്, 10 പൊസിഷന് വേണ്ടി 100 പേര് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ obviously anyone who is just like the next person, അങ്ങനെയുള്ള ഒരാളെക്കാൾ someone who stands out from the crowd, അങ്ങനെയുള്ള ഒരാൾക്കായിരിക്കും obviously അവിടെ ഒരു മേൽക്കൈ എന്ന് പറയും. So try to stand out from the crowd. So I would like to conclude now. കുറച്ച് extra time പോയി എന്ന് എനിക്കറിയാം, my apologies. So one last note, always have an enthusiasm to learn. Make it your biggest asset. Ningal as a fresher, your biggest asset is your enthusiasm to learn and your ability to learn. Other maximum നിങ്ങളുടെ സക്സസിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. I wish all of you a very best success in your careers. നിങ്ങൾ ചിലരെങ്കിലും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ വരുന്നു എന്ന് ഞാൻ ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. And I hope that in നമ്മുടെ സെഷൻ അറ്റ്ലീസ്റ്റ് സം ലെവൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. So all of you, thank you very much, and I would like to thank IEEE YP Kerala section for this opportunity. So all of you stay safe. പിന്നെ ഇത് എൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. You can contact me via Gmail or you can contact me in LinkedIn. എൻ്റെ എല്ലായിടത്തെയും എൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്ന റോണി അലക്സ് തോമസ് ആണ്. ഐ എം ഓൾസോ ദെയർ ഇൻ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആരും ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കരുത്, അവിടെ ഞാൻ കയറാറേ ഇല്ല, ഞാൻ വളരെ ഇനാക്റ്റീവ് ആണ് ഫേസ്ബുക്കിൽ. ബട്ട് യു ക്യാൻ ഫൈൻഡ് മീ ഇൻ ഓൾ ദീസ് പോർട്ടൽസ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ശ്രീഹരി, ക്യാൻ വി ഹാവ് ലൈക്ക് 2 minutes for questions, Q&A? Yeah, sure. Yeah, sure. We can have. Okay, yeah. So people who want to leave can leave. നിങ്ങളെ ഞാൻ പിടിച്ചു നിർത്തുന്നില്ല. ബട്ട് എനിവേ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ ഉള്ളൂ. Those who want to stay can stay. And now it's the time for questions. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജനറലി എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഇലക്ട്രോണിക്സ് സംതിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. Just before that, before you all leave, can you just fill the feedback form? Yeah. എല്ലാരും ഒരു ഫീഡ്ബാക്ക് ഫോം ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഫില്ല് ചെയ്യണം. ഹലോ ഏട്ടാ. ഹലോ. യെസ് പറഞ്ഞോ. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്, ഇലക്ട്രിക്കൽ. ഓക്കെ. അപ്പോ ബേസിക്കലി എനിക്കും ഇതേപോലെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ വരണം തന്നെയാണ് താല്പര്യം. പക്ഷെ ഏത് തരത്തിലുള്ള പ്രൊജക്ട് ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ട് ഏട്ടാ. ഇൻ ദ സെൻസ് കുറെ ആർഡിനോ പ്രൊജക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പ്രൊജക്റ്റിലൊക്കെ ആഡ് ചെയ്താൽ സി വിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് വാല്യൂ ആഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനത്തെ പ്രൊജക്റ്റ് ആണ് ശരിക്കും ഒരു ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ പോലത്തെ കമ്പനിയിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആ ഒരു ലെവല് എങ്ങനെയായിരിക്കണം?
സോ ഞാൻ പറയുകയാണെങ്കിൽ ലെവൽ ഓഫ് പ്രോജക്ട്സിനേക്കാൾ വാട്ട് ഇസ് ദ ഐ വുഡ് സേ വാട്ട് ഇസ് ദ ഔട്ട്കം. ആൻഡ് ഇപ്പോ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നില്ല. അറ്റ്ലീസ്റ്റ് അക്കാഡമിക് വൈസ് ചെയ്യാൻ പറ്റില്ല. മേ ബി യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ പേഴ്സണൽ പ്രോജക്റ്റ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ആർ കോമ്പറ്റീഷൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം യുവ മാസ്റ്റർ മൈൻഡ് അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ബട്ട് ഫ്രം ആൻ അക്കാഡമിക് പെർസ്പെക്റ്റീവ് ഒബ്വിയസ്ലി യു വിൽ ബി ലിമിറ്റഡ്. ഇപ്പൊ ട്രിപ്പിൾ പഠിക്കുന്ന ഒരാള് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാനേ നമ്മുടെ കോളേജ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ നിർബന്ധിക്കത്തുള്ളൂ. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ലെവൽ ഓഫ് പ്രോജക്ട്സിനേക്കാൾ ഐ വുഡ് സേ ഡു സം പ്രോജക്ട്സ് വിച്ച് എല്ലാരും ചെയ്യുന്ന പോലത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. റൈറ്റ്? എല്ലാരും ഇപ്പം ആർഡിനോ വെച്ച് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു കോപ്പി ക്യാറ്റ് പ്രോജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ. വൺ തിങ് ഈസ് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അതിനൊരു വർത്ത് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ് ഇറ്റ് ആൻ ഇന്നോവേഷൻ? അങ്ങനെയുള്ള പ്രോജക്റ്റ് എടുക്കാൻ നോക്കുക. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് പ്രോജക്റ്റിന്റെ കോംപ്ലക്സിറ്റിയേക്കാൾ നിങ്ങൾക്ക് എങ്ങനെ ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കൂടുതൽ കാര്യം. ഇപ്പൊ നിങ്ങൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനേക്കാൾ പ്രോബ്ലി ഗോ ഫോർ എ സിംപ്ലർ സൊല്യൂഷൻ. ഒബിയസ്ലി ഇൻഡസ്ട്രി എപ്പോഴും നോക്കുന്നത് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ്, അല്ലാതെ എപ്പോഴും കോംപ്ലക്സ് സൊല്യൂഷൻ അല്ല. സോ ഐ ഹോപ്പ് ഐ വാസ് ഏബിൾ ടു ആൻസർ എ ലിറ്റിൽ. നമുക്ക് യു ക്യാൻ കോൺടാക്ട് മീ. നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാം. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ലൈക്ക് ഒരു മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ച? ആരാണ്? സൂരജ്. Okay, Suraj, my contact details are there, right? You can contact me. Okay, Etta, thanks. Yeah. Jada, we have two more questions here in the chat. Yeah. അതൊന്ന് പറയാമോടാ? How can I be a better person at electronics? Better person at electronics. I believe the question is better engineer at electronics. So ഞാൻ പറയുകയാണെങ്കിൽ always make sure that you have a solid background. Basics നല്ലപോലെ മനസ്സിലാക്കുക, ബേസിക്സ് പഠിക്കുക. ബേസിക്സ് നിങ്ങൾക്ക് ശരിക്കും അറിയണം. ആൻഡ് വെൻ ഐ സേ ബേസിക്സ്, അതിന്റെ തിയററ്റിക്കൽ നോളജ് അല്ല, ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് നോളജ്. മേ ബി എ ഗുഡ് തിങ് ടു സ്റ്റാർട്ട് ഇസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആർഡിനോ ഇറ്റ് ഇസ് ബേസിക്കലി എ മൈക്രോ കൺട്രോളർ. അപ്പോൾ ആർഡിനോ എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ആ സാധനം മേടിക്കുക, അതിനകത്തോട്ട് ഒരു റെസിസ്റ്റർ LED കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആർഡിനോയിൽ യൂസ് ചെയ്യുന്ന സെയിം മൈക്രോ കൺട്രോളർ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ മൈക്രോ കൺട്രോളർ വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോർഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. മേ ബി ദാറ്റ് ഈസ് വൺ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓൺ ഒരു ആർഡിനോ സിമിലർ ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ദെൻ യു ഷുഡ് ഗോ അപ്പ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക, ഫണ്ടമെന്റൽസ് ആദ്യം മനസ്സിലാക്കുക, ഫണ്ടമെന്റൽസ് നല്ലപോലെ തറവായിട്ട് മനസ്സിലാക്കുക, പിന്നെ അതിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. Kiran was asking something. Hello. Yeah, പറഞ്ഞു. ഹലോ, ബ്രേക്ക് ആയിരുന്നു വോയിസ്. ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ ആണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആയി. ചേട്ടൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക്. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാമോ? പറഞ്ഞു. അപ്പം ചേട്ടൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പം ഏതെങ്കിലും ഒരു ഫ്രഷേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പം അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാൾ സെയിൽസിൽ പോവുകയാണെങ്കിൽ വി ഓൾ നോ ദാറ്റ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, ഇതൊക്കെ ടാർഗറ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജനറൽ അവയർനെസ് എന്തായിരിക്കും പറയാനുള്ളത് ഈ ഒരു മേഖല കാണുന്നവരോട്? ഓക്കെ, സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഞാൻ പറയാ,
സോ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് അതർ ഇൻഡസ്ട്രീസ്. ജോബിന്റെ കാര്യത്തിലും അതുപോലെ വർക്ക് പ്രഷറിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ മറ്റേതൊരു ഇൻഡസ്ട്രിയും പോലെ തന്നെയാണിത്. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടും തോറും നമുക്ക് ഇവിടെ വാല്യൂ കൂടും. നമ്മുടെ അറിവും നമ്മുടെ എക്സ്പീരിയൻസും കൂടും തോറും, സോ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നല്ല നോളജ് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ വാല്യൂ അവിടെ വളരെ അധികമായിട്ട് കൂടും. അതാണ് ഒരു കാര്യം. പിന്നെ ബാക്കി ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി, ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി ദാറ്റ് യു ജോയിൻ, ഐ വുഡ് സേ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി അല്ല, ഏത് ഇൻഡസ്ട്രി തന്നെ ആയാലും നമ്മളെപ്പോഴും നോക്കുന്നത്, ഓക്കെ വെൻ വി ഗോ ഫോർ എ ജോബ് വി ലുക്ക് ഫോർ, ഓക്കെ നമ്മുടെ സാലറി എത്രയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് വി ആർ മോർ കൺസേൺഡ് അബൌട്ട്. ബട്ട് അതിന്റെ കൂടെ തന്നെ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൂ ഇസ് ഗോയിങ് ടു ബി യുവർ മാനേജർ, യുവർ മെന്റർ. അത് നല്ലൊരാളുടെ അടിയിലാണോ? എസ്പെഷ്യലി ആസ് എ ഫ്രഷർ വെൻ യു ജോയിൻ, നല്ലൊരു ഗൈഡൻസ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണോ, അത് ഒന്ന് നോക്കണം. പിന്നെ സെക്കൻഡ് തിങ് ഇസ് ദ കൾച്ചർ ഓഫ് ദാറ്റ് കമ്പനി. കമ്പനി കൾച്ചർ എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ദ ടൈം ടു എക്സ്പ്ലെയിൻ, ബട്ട് ഹൗ ദാറ്റ് കമ്പനി ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ് ബേസിക്കലി പറഞ്ഞു. സോ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, അപ്പാർട്ട് ഫ്രം ദ അതർ നോർമൽ സ്റ്റഫ്. പറഞ്ഞു. ചേട്ടാ, എന്റെ പേര് ബിബൻ ആണ്. ഞാൻ 3rd ഇയർ ഇലക്ട്രോണിക്സ് സ്റ്റുഡന്റ് ആണ്. ചേട്ടാ, എനിക്ക് കഴിഞ്ഞാലും ഒരു പ്രൊഫഷൻ നിലയ്ക്ക് ഇപ്പൊ ചേട്ടൻ ഒരു ഇന്റൽ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ബിടെക് കഴിഞ്ഞപ്പോഴും ഒരു VLSI പോലത്തെ ഫീൽഡില്, ഇപ്പം MTech എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പ്രൊഫഷൻ നിലയ്ക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, അതോ ബിടെക് കഴിഞ്ഞ് ഇതുപോലത്തെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്റൽ പോലത്തെ കമ്പനി കയറുന്നതാണ് എപ്പോഴും അഡ്വൈസബിൾ, അതോ MTech കഴിഞ്ഞിട്ട് കയറുന്നതാണ് എപ്പോഴും നല്ലത്? ഓക്കെ, സോ അതിന്റെ 1-2 കാര്യങ്ങളുണ്ട്. എന്റെ കൂടെ എന്റെ കൊളീഗ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിടെക് കഴിഞ്ഞവരും ഉണ്ട്, MTech കഴിഞ്ഞവരും ഉണ്ട്. സോ അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഐ വുഡ് സേ. അതൊരു വലിയ കാര്യമല്ല. ഓഫ് കോഴ്സ് MTech കഴിഞ്ഞ ഒരാളാവുമ്പോൾ യു വിൽ ബി ഡയറക്ട്ലി ഗോയിങ് ഇൻ ടു എ ബെറ്റർ ഗ്രേഡ്, ജോബ് ഗ്രേഡ് എന്ന് വേണം പറയാം. ഇപ്പൊ ബിടെക് കഴിഞ്ഞ് കയറുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഹയർ പൊസിഷൻ, അറ്റ്ലീസ്റ്റ് ഇൻ മൈ കമ്പനി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. എല്ലാ കമ്പനീസും അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അതാണ് ഒരു MTech ചെയ്യുന്നതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഹയർ പൊസിഷനിലോട്ടായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ കയറുന്നത്. ദാറ്റ് ഈസ് 1 തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജസ്റ്റ് പേരിനൊരു MTech എടുത്തിട്ട് കാര്യമില്ല. ഡോണ്ട് ഗോ ഫോർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്. MTech എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കുക. നല്ലതെന്ന് പറയുമ്പോൾ ബോത്ത് ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് ആസ് വെൽ ആസ് ഇൻ ടേംസ് ഓഫ് പ്ലേസ്മെന്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പം VLSIക്ക് ആണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ ഇസ് IIT മദ്രാസ്. ഈവൻ IIT ലെവലിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കണ്ടുപിടിക്കുക. ഇപ്പൊ VLSI ആ ഡൊമൈനിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ ഡൊമൈനിൽ നല്ല ടീച്ചേഴ്സ് ഉള്ള, നല്ല ഫെസിലിറ്റീസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ പോവുക. ദെൻ യു വിൽ ഗെറ്റ് മോർ നോളജ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു നെസസിറ്റി ഇല്ല. ഇഫ് യു വാണ്ട് ടു ജോയിൻ, യു ക്യാൻ ജോയിൻ ആഫ്റ്റർ ബിടെക് ഇറ്റ്സെൽഫ്. പക്ഷേ ബിടെക് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ ഓൺ ദ ജോബ്. യു ഷുഡ് ഡെവലപ്പ് യുവർ സ്കിൽസ് ഓൺ ദ ജോബ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Anything else? Okay, Cheta, one more question, like how much mathematics is involved in electronics? ഓക്കെ, സോ അതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ there is basically no mathematics involved except for some hexadecimal to decimal conversion, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ mathematics I would say that വലിയ കാര്യമായിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിപ്പെൻഡന്റ് ഓൺ ദ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബ്. അപ്പൊ നിങ്ങൾ ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ സിഗ്നൽ പ്രോസസ്സിംഗ് പോലത്തെ ഒരു ജോലിയിലാണ്, ഇമേജ് പ്രോസസ്സിംഗ്, സിഗ്നൽ പ്രോസസ്സിംഗ് പോലത്തെ ഒരു ജോലിയിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മാത്തമാറ്റിക്സ് വരും, മെട്രിക്സ്, ആ ടൈപ്പ് മാത്തമാറ്റിക്സ്. ഇപ്പോൾ AI/ML അങ്ങനത്തെ ആണെങ്കിൽ അവിടെയും വരും, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരുപാട് യൂസ് അവിടെ വരും. ദാറ്റ് ഹെവിലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ജോബ് ദാറ്റ് യു ഗോ ഫോർ. അതിന് ഒരു പ്രത്യേക ഇത് പറയാൻ പറ്റില്ല.
ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ നോർമൽ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ CAD ടൂൾസിലായിരിക്കും. അവിടെയൊക്കെ നമുക്ക് വലിയ രീതിയിൽ മാത്തമാറ്റിക്സ് അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഭയങ്കരമായിട്ട് R&D ഒക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ മാത്തമാറ്റിക്കൽ അനാലിസിസും ഒരു സർക്യൂട്ടിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ്, ഫ്രീക്വൻസി അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ബേസിക്കലി ഡിപ്പെൻസ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഹൈലി ആയിട്ടുള്ള ജോബ്സ് ഇവിടെ ഉണ്ട്, അല്ലാത്ത ജോബ്സ് ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ what exact job role that you are in. Okay, ചേട്ടാ, that was nice. ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സ് ആയിട്ട് കോർ ഇലക്ട്രോണിക്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഡു വി ഹാവ് ഓപ്പർച്യൂണിറ്റി ടു സ്വിച്ച് ഫ്രം IT ഫീൽഡ്? സോ ഇപ്പോ IT-യിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർ എന്താ, എനിക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മനസ്സിലായില്ല. സോ IT-യിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ അതോ Like question it as like Sanjana, like can you please clarify that question? So like can you unmute and yeah. Hello. Okay. Yeah. അപ്പൊ ഇപ്പം നമ്മൾ ഫൈനലൈസ് ആയി ലൈക്ക് എല്ലാവരും കുറച്ചൊക്കെ ഓരോ കമ്പനീസ് ബേസ്ഡ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്കിപ്പം ലൈക്ക് കുറവല്ലേ, അപ്പം ഇൻ ഫ്യൂച്ചർ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ദ തിങ് അബൌട്ട് ഇൻഡസ്ട്രി ഇസ് ദാറ്റ് നിങ്ങൾ ആദ്യം ഒരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഡസ്ട്രി സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തേ പറ്റും. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ ഇങ്ങനത്തെ ഷോർട്ട് ടേം കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇപ്പോഴത്തെ കേസിൽ നിങ്ങൾ ഫ്രഷറാണ്, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും നിങ്ങൾ ഫ്രഷറാണ്. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് യു ആർ എ പ്രൊഫഷണൽ. ഒരു ഫ്രഷർ എന്നുള്ള കൺസിഡറേഷൻ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടത്തില്ല. അത് ഒരു കാര്യമാണ്. സെക്കൻഡ് തിങ് ഈസ് എന്താ പറയാ, വെൻ യു വാണ്ട് ടു സ്വിച്ച് ദാറ്റ് മീൻസ് യുവർ എക്സ്പീരിയൻസ്. ഇപ്പോൾ IT-ന്ന് VLSI ഇൻഡസ്ട്രിയിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ VLSI എക്സ്പീരിയൻസ് ഇസ് ബേസിക്കലി 0. നിങ്ങൾ IT-യിൽ അത്രയും നാൾ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഡസൻ കൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ഐ വുഡ് സേ ദാറ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. പക്ഷേ ദാറ്റ് റിക്വയർസ് എൻ എക്സ്ട്രാ എഫേർട്ട് ഫ്രം യുവർ പാർട്ട് ടു ലേൺ മോർ, ടു ഡെവലപ്പ് യുവർ സ്കിൽസ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലോട്ടാണ് വരേണ്ടതെങ്കിൽ ആ ഇലക്ട്രോണിക്സിന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് സം സർട്ടിഫിക്കേഷൻ അല്ലെ ഷോർട്ട് ടേം കോഴ്സ്, ഓർ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ മേ ബി യു ക്യാൻ ഗോ ഫോർ എ ഹയർ ഡിഗ്രി. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും കുറച്ചുകൂടെ. ഡയറക്റ്റ് ഒരു ജമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്, ഐ വുഡ് സേ. Okay, Yes. so Any more questions? Yeah. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. So okay, ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. Thank you, Roni Chetta. Like that was a brilliant session, let me say. Chettante like first slide lame, last slide lame words were very informative. Like Nadikalatha, that was too brilliant. Like let me repeat it again. No need of quotations to state importance of electronics, and you'll have to stand out from the crowd. Always have an enthusiasm to learn. Make it your biggest asset. Like ഈ പറഞ്ഞ കാര്യങ്ങള് അത് ലൈക്ക് എപ്പോഴും നമ്മുടെ ഒപ്പം കൂടെ കൊണ്ടു നടന്നാൽ ലൈക്ക് ഐ തിങ്ക് വി ക്യാൻ ജസ്റ്റ് വിൻ എനിവെയർ എവറിവെയർ. സോ താങ്ക് യു റോണി ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻഫോർമേറ്റീവ് സെഷൻ. ഐ തിങ്ക് നമ്മളുടെ എല്ലാ പാർട്ടിസിപ്പൻസും ലൈക്ക് എന്താ പറയുക, ആദ്യം മുതൽ അവസാനം വരെ ലൈക്ക് ആ ഒരു ഇതിൽ തന്നെ കേട്ടിരുന്നു. ലൈക്ക് that was brilliant. വേറൊന്നും എനിക്ക് പറയാനില്ല. Yeah, thank you so much, Roni Chetta. So as a token of gratitude from IKYP team, I ask Neeraj to give you a memento. Yeah. Oh, thank you very much. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ അല്ലേ? അതെ. So yeah, thank you so much. എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ആക്കിയാൽ ലൈക്ക് അതെ എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ആക്കിയാൽ നല്ലതായിരുന്നു. ആരും ഓൺ ആക്കുന്നില്ലേ? ഓക്കെ, ഗുഡ്. So നീരജ് സ്ക്രീൻഷോട്ട് എടുത്തേക്കാമോ? Yeah, sure.
ബാക്കിയാരുടെയും ക്യാമറ വർക്കിംഗ് അല്ലായിരിക്കില്ല. കുറച്ച് പേരൊക്കെ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ. ഉള്ളത് മതി. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. So 3, 2, 1, go. Settle. Yeah. So thank you so much all. Thank you. Yeah, thank you everyone. ഇത്ര നേരം നിന്നതിൽ I apologize for going this long, but thank you all for staying. Thank you, Ronnie Chera. Yeah. Thank you all. Thank you. Yeah. Thank you. Srihari, maybe you can share എൻ്റെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവർക്കൊന്ന് ഷെയർ ചെയ്തേക്കാവോ? മൈ മെയിൽ ആൻഡ് ലിങ്ക്ഡിൻ ഐ ഡി. ചേട്ടാ നമുക്ക് ലൈക്ക് ഫീഡ്ബാക്ക് ഫോമിൽ മെയിൽസ് കിട്ടും. സോ ഓക്കെ. എപ്പോഴേലും പതുക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ ഇവരുമായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ജസ്റ്റ് they can contact me directly. Okay then. Nothing else, right? ഇല്ല ഏട്ടാ. Okay. Thank you. Bye. Thank you. Bye.